ആദ്യം പോകുന്നത് യുഎഇയിലേക്കാണ്. അവിടെ പ്രവാസികൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. ഇന്ത്യൻ തൊഴിലാളികൾക്ക് ലൈഫ് ഇൻഷുറൻസ് പദ്ധതിയുമായി ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് രംഗത്തെത്തിയിരിക്കുകയാണ്. നിരവധി പ്രവാസികൾക്കാണ് ഈ ഇൻഷുറൻസ് പദ്ധതി ഗുണമാകുന്നത്. അതോടൊപ്പം കുവൈത്ത് യുഎഇ ബന്ധം മെച്ചപ്പെട്ടതും യുഎഇയിൽ അസ്ഥിര കാലാവസ്ഥ തുടരുന്നതുമാണ് മറ്റ് പ്രധാന വാർത്തകൾ. നാസർ ചേരുന്നുണ്ട് ദുബൈയിൽ നിന്ന് വിവരങ്ങളുമായി. നാസർ, ഈ ലൈഫ് ഇൻഷുറൻസ് പദ്ധതി എങ്ങനെയൊക്കെയാണ് ഈ ഇന്ത്യൻ തൊഴിലാളികൾക്കടക്കം ഗുണമാകുന്നത്? അതോടൊപ്പം യുഎഇയിൽ അസ്ഥിര കാലാവസ്ഥയും തുടരുകയാണല്ലോ. വിവരങ്ങൾ എങ്ങനെ സമഗ്രമായി? യുഎഇയിലെ സാധാരണക്കാരായിട്ടുള്ള ഇന്ത്യൻ തൊഴിലാളികൾക്ക് ഒരു പുതിയ ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റാണ് ഈ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമുക്ക് അറിയാൻ സാധിക്കുന്നത് പോലെ യുഎഇയിലെ ഇന്ത്യൻ ജനസംഖ്യയിൽ വലിയൊരു ശതമാനവും സാധാരണക്കാരായിട്ടുള്ള ബ്ലൂ കോളർ തൊഴിലാളികളാണ്. അവർക്ക് വേണ്ടി ഏതെങ്കിലും അർത്ഥത്തിലുള്ളൊരു വാർഷിക ലൈഫ് ഇൻഷുറൻസ് പദ്ധതി ഇപ്പോൾ നിലവിലില്ല. അതേസമയം സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട തൊഴിലാളികൾക്ക് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചാൽ അതിന് നഷ്ടപരിഹാരം ലഭ്യമാക്കാനുള്ള നിയമങ്ങളും അതിനുള്ള പരിരക്ഷയും നിലവിലുണ്ട്. പക്ഷേ അതേസമയം സ്വാഭാവിക മരണം സംഭവിക്കുന്ന കേസുകളിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു നഷ്ടപരിഹാരം ഇവർക്ക് ലഭ്യമാകുന്ന ഒരു സാധ്യത നിലനിൽക്കുന്നില്ല. അത് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വിവിധ ഇൻഷുറൻസ് സ്ഥാപനങ്ങളുമായി ചേർന്നുകൊണ്ട് കോൺസുലേറ്റ് ഇതിന് മുൻകൈ എടുത്തിരിക്കുന്നത്. ഈ ഒരു പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത വളരെ കുറഞ്ഞ വാർഷിക പ്രീമിയം മാത്രമാണ് ഇതിനുള്ളത് എന്നതാണ്. 37 ദിർഹം, 50 ദിർഹം, 72 ദിർഹം, അങ്ങനെ 3 വാർഷിക പ്രീമിയം വ്യവസ്ഥകളിൽ ഏതാണ്ട് 3/4 ലക്ഷം ദിർഹം വരെ പിന്നെ കോമ്പൻസേഷനായിട്ട് ലഭിക്കുന്ന ഒരു സാഹചര്യം സ്വാഭാവിക മരണക്കേസുകളിൽ ഉണ്ടാകുന്നു. അതിന് പുറമെയാണ് ഏതെങ്കിലും അർത്ഥത്തിൽ ഈ മരണപ്പെടുന്ന തൊഴിലാളികളുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ചെലവ് അതും കൂടി പിന്നെ ഇത് കവർ ചെയ്യുന്നു എന്നതാണ് ഈ ഇൻഷുറൻസ് പദ്ധതിയുടെ പ്രത്യേകത. ഏതായാലും എത്രയോ കാലമായിട്ടുള്ളൊരു ആവശ്യം പൂർത്തീകരിക്കപ്പെടുന്നു എന്നതാണ് ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു നീക്കത്തിലൂടെ ഈ ഒരു വാർഷിക ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചതിലൂടെ ഉണ്ടായിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം കുവൈത്തും യുഎഇയും തമ്മിലുള്ള ബന്ധം അത് കൂടുതൽ വികസിച്ച തലത്തിലേക്ക് പോകുന്നു എന്നതാണ്. കുവൈത്ത് അമീറിൻ്റെ അബുദാബി പര്യടനത്തിൻ്റെ ഭാഗമായിട്ട് യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി നടന്ന ചർച്ചയിലാണ് ഈ സഹകരണം കുറെ കൂടി വികസിച്ച തലത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനം വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട യുഎഇയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ പരമോന്നത ബഹുമതിയും കുവൈത്ത് അമീറിന് ഇന്ന് അബുദാബിയിൽ നടന്ന ചടങ്ങിൽ കൈമാറുകയുണ്ടായി. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള പിന്നെ ബന്ധം വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്നതിൻ്റെ തെളിവ് കൂടിയായിട്ടാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. പിന്നെ കാലാവസ്ഥയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ തുടരുന്നുണ്ട്. അസ്ഥിരമായ ഈ കാലാവസ്ഥ 1-2 ദിവസം കൂടി തുടരുമെന്നാണ് കാലാവസ്ഥാ വിഭാഗം വ്യക്തമാക്കുന്നത്. അല്ലെങ്കിലും മറ്റും നമുക്കറിയാൻ സാധിക്കുന്ന പോലെ നേരത്തെ ഉള്ളതുപോലെ ചില പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥകൾ ഇന്നലെ മുതൽ രൂപപ്പെട്ടിരുന്നു. പക്ഷേ തണുപ്പ് ഇനി അടുത്ത ദിവസങ്ങളിൽ പിന്നെ തണുപ്പിൻ്റെ അന്തരീക്ഷത്തിൽ മാറ്റം വരുമെന്ന ഒരു സൂചന കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്.